പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 12 അതിന്റെ 9 വാക്യം. എന്റെ കൃപ നിനക്ക് മതി. മനുഷ്യനെ തേടിയിറങ്ങി വന്ന ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. സ്വർഗത്തിന്റെ മഹിമയിൽ വസിക്കുന്ന ദൈവം മനുഷ്യന്റെ ബലഹീനതയെ അവഗണിക്കുകയോ പാപത്തിൽ വീണവനെ കൈവിടുകയോ ചെയ്യാതെ കൃപയായി ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ലോകം മുഴുവൻ അകൃത്യത്തിൽ മുങ്ങിയപ്പോൾ നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ ചുരിഞ്ഞു. നോഹയ്ക്ക് ലഭിച്ച ആ ദൈവകൃപ അവനെ സുരക്ഷിതമായി കാത്ത ഒരു പെട്ടകമായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ നാം കാണുന്ന കൃപ കേവലം ഒരു ആശയമല്ല, മറിച്ച് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. മറിയത്തിന് ദൈവകൃപ ലഭിച്ചപ്പോൾ അത് ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിലേക്കുള്ള വാതിലായി മാറി. നോഹയ്ക്കായി ഒരിക്കൽ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസമായിരുന്നുവെങ്കിൽ, മറിയയിലൂടെ ദൈവം നമുക്കായി ഒരുക്കിയത് എന്നേക്കും നിലനിൽക്കുന്ന രക്ഷയുടെ പെട്ടകമായ യേശുക്രിസ്തുവിനെയാണ്. പാപത്താൽ അകറ്റപ്പെടേണ്ട നമ്മെ അവൻ തന്റെ യാഗത്താൽ വീണ്ടെടുത്തു. പൗലോസ്ലിയായുടെ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഈ വചനം അപ്പോസ്തലനോട് പറഞ്ഞത് അവന്റെ ബലഹീനതയിലായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തളർച്ചയിലും പരാജയങ്ങളിലും ബലഹീനതയിലും നമ്മെ നിലനിർത്താൻ ദൈവത്തിന്റെ കൃപ മതിയായതാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഭയപ്പെടാതെ ദൈവകൃപയുടെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. സ്വന്തം ശക്തിയിലല്ല, മറിച്ച് നമ്മളെ പുതുക്കുവാനും വഴി നടത്തുവാനും പ്രാപ്തിയുള്ള ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കിനിയുള്ള ദിവസങ്ങളിൽ ആ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അവന്റെ കൃപയാൽ അതിയായി ശക്തീകരിക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.